നമസ്കാരം. ആർഷഭാരതത്തിന് ജ്യോതിഷവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായും വളരെ അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഗ്രഹനില, ജാതകം എന്നിവ അതിൻ്റെ സ്വാതന്ത്ര്യ തീയതിയെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജനനസമയം, വർഷം, നക്ഷത്രം, ഗ്രഹനില എന്നിവ ഗണനം ചെയ്ത് ജാതകം വിശകലനം ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നാം നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രഹനിലയും ഭാവിയും ഗണനം ചെയ്തെടുത്ത് ഭാവി ഫലം പ്രവചിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്ന ഭീകരവാദികളെ സഹായിച്ച് ഭാരതത്തിൻ്റെ ഐക്യവും സമാധാനവും തകർക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട രാജ്യവുമായുള്ള നിരന്തരമായ പ്രശ്നങ്ങളെല്ലാം വളരെ രൂക്ഷമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ജ്യോതിഷത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. 1947 ഇന്ത്യയോടും പാകിസ്ഥാനോടും സ്വാതന്ത്ര്യ ചടങ്ങുകൾക്ക് ഓഗസ്റ്റ് 14 അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 തിരഞ്ഞെടുക്കുവാൻ മൗണ്ട് ബാറ്റൺ പ്രഭു ആവശ്യപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ഓഗസ്റ്റ് 14 തന്നെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇന്ത്യയിൽ ജ്യോതിഷത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏറ്റവും ശുഭകരമായ സമയം നിർണയിക്കുവാനായി ഉജ്ജയിനിൽ നിന്നുള്ള പ്രശസ്ത ജ്യോതിഷിയായ പണ്ഡിറ്റ് സൂര്യനാരായണ വ്യാസുമായി കൂടി ആലോചിച്ചു. അതിൻ്റെ ഫലമായി ജ്യോതിഷ തത്വങ്ങൾ അനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അനുയോജ്യമായ നിമിഷമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ഈ തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ വേദനാജനകമായ ഇൻഡോ പാകിസ്ഥാൻ വിഭജനത്തെ അടയാളപ്പെടുത്തിയെങ്കിലും ഇത് ഇന്ത്യയുടെ പുനർജന്മമായാണ് കണക്കാക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രഹനിലയോ ജാതകമോ വിശകലനം ചെയ്യുമ്പോൾ ജ്യോതിഷികൾ ഈ തീയതിയാണ് നിർണായകമായി എടുക്കുന്നത്. ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതിൻ്റെ ആരംഭത്തിൻ്റെയും തീയതി കണക്കാക്കുമ്പോൾ അത് ദേശീയ സംഭവങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നതിനാൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ജനനത്തീയതിയും വർഷവും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ജ്യോതിശാസ്ത്ര പണ്ഡിതനായിരുന്ന ശ്രീ സൂര്യനാരായണ വ്യാസ് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയാണ് തിരഞ്ഞെടുത്തത്. കാരണം രാജ്യത്തിൻ്റെ സ്ഥിരതയെ പ്രതീകപ്പെടുത്തുന്ന ഇടവലഗ്നം ഉദിച്ചുയരുന്നത് ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്ന അഭിജിത്ത് മുഹൂർത്തത്തോടൊപ്പമായിരുന്നു ഈ സമയവും. ശ്രീ പണ്ഡിറ്റ് വ്യാസിൻ്റെ നിർദ്ദേശപ്രകാരം സ്വാതന്ത്ര്യാനന്തരം ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനായി അന്നേ ദിവസം തന്നെ പാർലമെൻറ്റ് ആചാരപരമായി വൃത്തിയാക്കി ഔദ്യോഗിക ചടങ്ങുകൾക്ക് രാജ്യം തയ്യാറായി. ഇന്ത്യയുടെ നാം അനുഭവിക്കുന്ന സുസ്ഥിരമായ ജനാധിപത്യ സമ്പ്രദായം ഈ അനുകൂല ജ്യോതിഷ സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിന് വിപരീതമായി മിഥുനൻ ലഗ്നമായി കാണുന്ന പാകിസ്ഥാൻ്റെ ഗ്രഹനിലയും അതിനോടനുബന്ധിച്ചുള്ള ജാതകവും അസ്ഥിരതയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ ഓർക്കുന്നത് നന്ന്, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഗ്രഹനിലയിൽ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അജഗജാന്തരമുള്ള വ്യത്യാസങ്ങളാണ് ഗ്രഹനിലയിൽ ഉള്ളത്. ഇന്ത്യക്ക് സുസ്ഥിരമായ ഗ്രഹനിലയും പാകിസ്ഥാന് വളരെ അസ്ഥിരമായ അരാജകത്വം നിറഞ്ഞ ഗ്രഹനിലയുമാണ് ഉള്ളത്. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ അസ്ഥിരത തുടക്കം മുതൽ ഇപ്പോഴും പ്രതിഫലിക്കുന്നതായി കാണാം. ജ്യോതിഷപരമായുള്ള ഈ രാഷ്ട്രീയ അസ്ഥിരത മൂലം പാകിസ്ഥാനിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും 5 വർഷത്തെ പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കാണാം. ഉദാഹരണത്തിന് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് 3 തവണ സേവനമനുഷ്ഠിച്ചുവെങ്കിലും ഒരു കാലാവധി പോലും പൂർണ്ണമായി പൂർത്തിയാക്കിയിട്ടില്ല. നിലവിലെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫും വിവിധങ്ങളായ രാഷ്ട്രീയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഇനി പറയുന്ന പ്രവചനം ശ്രവിച്ചോളൂ. 2027 ജൂൺ മാസം 30 മുൻപ് തന്നെ അരാജകത്വവും രാഷ്ട്രീയ അസ്ഥിരതകളും
ആഭ്യന്തര കലാപങ്ങളും മൂലം പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് ഛിന്ന ഭിന്നമായി മാറുന്നതായാണ് ഗ്രഹനില നവഗ്രഹ സ്വാധീനങ്ങൾ അനുസരിച്ചും മനസ്സിലാവുന്നത്. ഇനി നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി ഫലം നോക്കാം. 1947 ഓഗസ്റ്റ് 15 പുലർച്ചെ 12 മണി, അതായത് അർദ്ധരാത്രി 12 മണി ന്യൂഡൽഹി എന്ന കണക്ക് ആണ് പരിഗണിക്കുന്നത്. ഇന്ത്യയുടെ ജാതകത്തിലെ പ്രധാന ഗ്രഹസ്ഥാനങ്ങൾ നോക്കാം. ലഗ്നം കർക്കടകമാണ്. ചന്ദ്രരാശിയും സൂര്യരാശിയും കർക്കടകം തന്നെയാണ്. നക്ഷത്രം പൂയമാണ്. ഭരണഗ്രഹം ചന്ദ്രൻ. ഇനി കർക്കടകത്തിലെ ലഗ്നം നോക്കാം. ഇത് ഇന്ത്യയെ ശക്തമായ കുടുംബ മൂല്യങ്ങളുള്ള ഒരു വൈകാരികവും പരിപോഷിപ്പിക്കുന്നതും പരമ്പരാഗതവുമായ രാഷ്ട്രമാക്കി മാറ്റുന്നതായി കാണാം. ലഗ്നാധിപനായ ചന്ദ്രൻ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ ഏറ്റക്കുറച്ചിലുകളെ ആണ് സൂചിപ്പിക്കുന്നത്. വൃശ്ചികത്തിലെ രാഹുവും വൃശ്ചികത്തിലെ തന്നെ കേതുവും, അതായത് 1-ാം ഭാവവും 7-ാം ഭാവവുമാണ് ഇവ രണ്ടും. നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും ഇന്ത്യയുടെ വിധിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതായി കാണാം. വൃശ്ചികത്തിലെ രാഹു 1-ാം ഭാവത്തിൽ ഇന്ത്യയെ അത്യധികം അഭിലാഷമുള്ളതും നൂതനവും നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമാക്കുന്നു. ഇത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള ആധുനികവൽക്കരണത്തെയും സാങ്കേതികമായ പുരോഗതിയെയുമാണ് കാണിക്കുന്നത്. എന്നാൽ വൃശ്ചികത്തിലെ കേതു 7-ാം ഭാവത്തിൽ വിദേശബന്ധങ്ങൾ, വ്യാപാര കരാറുകൾ, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയിലെ വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അയൽരാജ്യങ്ങളുമായി സംഘർഷങ്ങളുടെ ചരിത്രം ഇന്ത്യക്കുണ്ട്. ഇത് ഈ സ്വാധീനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി മിഥുനത്തിലെ ചൊവ്വ 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദിശയെ സൂചിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഇന്ത്യയുടെ കാശ്മീർ ഭാഗം വരുന്നത്. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ വടക്കു പടിഞ്ഞാറൻ ദിശയിലുള്ള കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത്. കാലാകാലങ്ങളിൽ അത് യുദ്ധത്തിൻ്റെയും അസ്ഥിരതയുടെയും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണുന്നു. എന്നാൽ തന്നെയും ഇന്ത്യയുടെ സ്ഥിരതയുള്ള ലഗ്നം കാരണം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇന്ത്യയുടെ അയൽക്കാരുടെ ചലനങ്ങളും പ്രവർത്തനങ്ങളും എല്ലായ്പ്പോഴും പിരിമുറുക്കങ്ങൾക്ക് കാരണമാകുന്നു. പക്ഷേ ഇന്ത്യയുടെ ലഗ്നത്തിൽ കാണുന്ന 3-ാം ഭാവത്തിൻ്റെ ത്യാഗം കാരണം ഇന്ത്യ എല്ലായ്പ്പോഴും എതിരാളികളുടെ മേൽ വിജയം നേടുന്നതായി കാണാവുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇതെല്ലാം വളരെ വ്യക്തമാണ്. എല്ലായ്പ്പോഴും എതിരാളികളുടെ മേൽ വിജയം നേടിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. ഇനി കർക്കടകത്തിലെ ചന്ദ്രൻ 3-ാം ഭാവത്തിലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ജനന ചാർട്ടിലെ ഏറ്റവും സവിശേഷവും അപൂർവങ്ങളിൽ അപൂർവമായ യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഇന്ത്യയുടെ ജാതകത്തിലെ 3-ാമത്തെ ഭാവമാണ്. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, ശനി, ബുധൻ, ശുക്രൻ എന്നിവ കർക്കടക രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പഞ്ചാഗ്രഹി യോഗം വന്നു ഭവിക്കുന്നതായി കാണാം. ഇനി 3-ാം ഭാവത്തിലെ ചന്ദ്രൻ, ഇത് ഇന്ത്യക്കാരുടെ പൊതു വികാരങ്ങളെയും മാനസികാവസ്ഥയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. കർക്കടകത്തിൽ ചന്ദ്രൻ സ്വന്തം രാശിയിലാണ്. ഇത് ഇന്ത്യക്കാരെ ആഴത്തിൽ വൈകാരികരും ദേശസ്നേഹികളും കുടുംബസ്നേഹികളുമാക്കുന്നു. ഇത് ശക്തമായ ഒരു മാധ്യമ ആശയവിനിമയ വ്യവസായത്തെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇന്ത്യക്കാരുടെ എടുത്തു പറയേണ്ടുന്ന നിസ്സീമമായ ദേശസ്നേഹം സ്മരിക്കുന്നത് ഇത്തരുണത്തിൽ നന്നായിരിക്കും. അത്രയ്ക്ക് രാജ്യത്തോട് കൂറുള്ളവരാണ് ഇന്ത്യക്കാർ. എന്നിരുന്നാലും ചന്ദ്രൻ്റെ ഈ സ്ഥാനം ദേശീയ തലത്തിൽ പൊതുജനാഭിപ്രായം, പ്രതിഷേധങ്ങൾ, വൈകാരിക തീരുമാനമെടുക്കൽ എന്നിവയിൽ ചില ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമായേക്കാം. ഇനി കർക്കടകത്തിലെ സൂര്യൻ 3-ാം ഭാവത്തിലാണ്. സൂര്യൻ സർക്കാരിനെയും നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. കർക്കടകത്തിൽ ഇത് ഇന്ത്യയുടെ നേതൃത്വത്തെ ലോകശ്രദ്ധയുള്ളതാക്കുന്നു, ചലനാത്മകമാക്കുന്നു. സൂര്യൻ എങ്ങനെയാണോ ഈ ലോകത്തിന് വെളിച്ചവും ഊർജവും പ്രദാനം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ സർക്കാർ നേതൃത്വം എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ
പൊതുജനവികാരത്തോട് വളരെയധികം സംവേദനക്ഷമതയുള്ളതാക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ ദേശീയ നേതൃത്വം, സർക്കാർ നയങ്ങളിലെ പതിവ് മാറ്റങ്ങൾ, ജനങ്ങളുമായി വൈകാരികമായി ബന്ധപ്പെടുന്ന നേതാക്കൾ എന്നിവയും കർക്കടകത്തിലെ സൂര്യൻ്റെ 3-ാം ഭാവം കാരണമാണുള്ളത്. കൂടാതെ കർക്കടകത്തിലെ ബുധൻ 3-ാം ഭാവത്തിലാണ്. ബുദ്ധി, വ്യാപാരം, ആശയവിനിമയം എന്നിവയെ ഭരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ബുധൻ്റെ ശക്തമായ സാന്നിധ്യം മൂലമാണ് ഇന്ത്യ വിദ്യാഭ്യാസം, IT, മാധ്യമങ്ങൾ, നയതന്ത്രം എന്നിവയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ ഈ മേഖലകളിലെല്ലാം തന്നെ വളരെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് എന്നത് ഓർക്കേണ്ട വസ്തുതയാണ്. ഇനി കർക്കടകത്തിലെ ശനി 3-ാം ഭാവത്തിലാണ്. അച്ചടക്കത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഗ്രഹമായ ശനി ഭരണത്തെയും അധികാരത്തെയും നിയന്ത്രിക്കുന്ന സിംഹത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലും റിയൽ എസ്റ്റേറ്റിലും ശനിയുടെ സാന്നിധ്യം മന്ദഗതിയിലുള്ളതും എന്നാൽ സ്ഥിരമായ വളർച്ചയ്ക്ക് കാരണമാകുന്നതുമാണ്. എന്നിരുന്നാലും ഭരണത്തോടുള്ള പോരാട്ടങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരതകൾ, കാർഷിക രംഗത്തുള്ള ചില വെല്ലുവിളികൾ എന്നിവയും ഇത് സൂചിപ്പിക്കുന്നു. ഒരു മഹാരാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രക്ഷുബ്ധത, സാമ്പത്തിക പോരാട്ടങ്ങൾ എന്നിവയുടെ ചരിത്രത്തിൽ ഈ സ്ഥാനത്തിൻ്റെ ഫലങ്ങൾ കാണാവുന്നതാണ്. ഇനി കർക്കടകത്തിലെ ശുക്രൻ 3-ാം ഭാവത്തിലാണ്. കർക്കടകത്തിലെ ശുക്രൻ ഇന്ത്യയുടെ സാംസ്കാരികവും കലാപരവുമായ അഭിവൃദ്ധിയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇത് സിനിമ, നൃത്തം, സംഗീതം, ഫാഷൻ എന്നിവയുടെ ആഗോള കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുന്നു. ലോകശ്രദ്ധ നേടിയ ബോളിവുഡ് ഇതിൻ്റെ പ്രധാന സ്വാധീനം തന്നെയാണ്. കൂടാതെ ഫാഷൻ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വ്യവസായങ്ങൾക്കും കർക്കടകത്തിലെ ശുക്രൻ്റെ 3-ാം ഭാവം വളരെ അനുകൂലമാണ്. ഇത് ഇന്ത്യയെ ഈ മേഖലകളിലെല്ലാം സ്വാധീനമുള്ള ഒരു പ്രധാന രാജ്യമാക്കി മാറ്റുന്നു. ഇനി തുലാം രാശിയിലെ വ്യാഴത്തിൻ്റെ 6-ാം ഭാവം, ജ്ഞാനത്തിൻ്റെയും വികാസത്തിൻ്റെയും ഗ്രഹമായ വ്യാഴം തുലാം രാശിയിലാണ്. നയതന്ത്രത്തെയും നിയമപരമായ കാര്യങ്ങളെയുമാണ് സ്വാധീനിക്കുന്നത്. കൂടാതെ ആരോഗ്യം, സേവനം, ശത്രുക്കൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദൈവാധികാരകനായ വ്യാഴം ആധ്യാത്മികമായ അറിവിൻ്റെയും സംയമനത്തിൻ്റെയും വക്താവാണ്. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഇന്ത്യക്ക് ശക്തമായ ഒരു നീതിന്യായ വ്യവസ്ഥയും അതിവേഗം ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി വളരുന്ന ആരോഗ്യ സംരക്ഷണ മേഖലയുമാണ് നൽകുന്നത്. എന്നിരുന്നാലും ഇത് നിയമപോരാട്ടങ്ങൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ സഹകരണം, രാജ്യത്തിനുള്ളിൽ സമാധാനം നിലനിർത്തുന്നതിലെ പ്രായോഗികമായ കാര്യങ്ങൾ എന്നിവയും കാണിക്കുന്നു. ഇനി പ്രധാന ദശ, അതായത് ഗ്രഹദശകളും ഇന്ത്യയിൽ അവയുടെ സ്വാധീനവും നമുക്കൊന്ന് പരിഗണിച്ചു നോക്കാം. മനുഷ്യരുടെ ഗ്രഹനിലകളിൽ, ജാതകത്തിൽ ഉള്ള പ്രധാന ദശാസന്ധികൾ, ഗ്രഹദശകൾ ഇന്ത്യക്കുമുണ്ട്. അത് നോക്കാം. ഇന്ത്യ അതിൻ്റെ വിധി നിർണയിക്കുന്ന വിവിധ മഹാദശകൾ, അതായത് ഗ്രഹകാലഘട്ടങ്ങൾ പല സമയങ്ങളിലും തീവ്രമായി തന്നെ അനുഭവിച്ചിട്ടുണ്ടെന്ന് കാണാം. ശനി മഹാദശ 1947 മുതൽ 1965 വരെയാണ്. സ്വാതന്ത്ര്യ സമരങ്ങൾ, യുദ്ധങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഇന്ത്യക്കാർ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ബുധമഹാദശ 1965 മുതൽ 1982 വരെ ആയിരുന്നു. ആശയവിനിമയം, മാധ്യമം, വിദ്യാഭ്യാസം എന്നിവയിലെ വളർച്ചയാണ് ബുധമഹാദശയിലുണ്ടായത്. അടുത്തത് കേതു മഹാദശ 1982 മുതൽ 1989 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. രാഷ്ട്രീയമായ അസ്ഥിരതയും സാമ്പത്തിക വെല്ലുവിളികളും നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഇനി ഇന്ത്യക്ക് ശുക്ര മഹാദശ ഉണ്ടായിരുന്നു. 1989 മുതൽ 2009 വരെ. ആ കാലത്തായിരുന്നു സാമ്പത്തിക ഉദാരവൽക്കരണം നടന്നത്. ഇനി സൂര്യമഹാദശ 2009 മുതൽ 2015 വരെ. ഈ സൂര്യമഹാദശയിലായിരുന്നു ഏറ്റവും കൂടുതൽ സാങ്കേതിക പുരോഗതി ഇന്ത്യ കൈവരിച്ചത്.
ചന്ദ്രമഹാദശ 2015 മുതൽ 2025 വരെ. ഇപ്പോൾ ചന്ദ്രമഹാദശയിലാണ് ഇന്ത്യ. ആഗോള ശക്തിയായി ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ ഉയർച്ച, പൊതുജനക്ഷേമം, രാജ്യസുരക്ഷ, എല്ലാ രംഗങ്ങളിലുമുള്ള സ്വയം പര്യാപ്തത, രാഷ്ട്രീയത്തെ നയിക്കുന്ന വികാരങ്ങൾ, സാംസ്കാരിക പുനരുജ്ജീവനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ ചന്ദ്രമഹാദശയിലാണ് 2015 മുതൽ തുടങ്ങിയത്. ഇന്ത്യ ഗ്രഹനിലയനുസരിച്ച് 2025 ചൊവ്വയുടെ മഹാദശയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് 2032 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ചൊവ്വ ഗ്രഹം ഊർജം, ആക്രമണാത്മകത, ശത്രുനാശം, വിജയം, എന്നേക്കുമായുള്ള പരിവർത്തനം എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിലുണ്ടായ പാകിസ്ഥാൻ തീവ്രവാദി ആക്രമണവും ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയുമെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ ദശയുടെ സ്വാധീനത്തെ തന്നെയാണ്. ഇന്ത്യയുടെ വിവരസാങ്കേതിക സൈനിക പുരോഗതി, വർദ്ധിച്ച ആഗോള സ്വാധീനം, അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം തന്നെയുള്ള സാമ്പത്തിക വളർച്ച, അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സുരക്ഷാ ആശങ്കകളിലും സംജാതമായിട്ടുള്ള പിരിമുറുക്കം എന്നിവയും ഒരു രാജ്യത്തിൻ്റെ ഗ്രഹനില അഥവാ ജാതകം വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ നേതാവിൻ്റെ ജാതകം ഉൾപ്പെടെ പരിഗണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറയാം. ഇന്ത്യയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ജന്മനക്ഷത്ര ഗ്രഹനില അപൂർവങ്ങളിൽ അപൂർവമായ ശ്രദ്ധേയമായ ശക്തി കാണിക്കുന്നു. ലഗ്നവും അതിൻ്റെ ഭരണാധികാരിയും അനുകൂല സ്ഥാനങ്ങളിലാണെന്ന് കാണാം. അത്യധികം ഉയർന്ന അന്തസ്സ്, ആഗോള സ്വാധീനം, പ്രശസ്തി, അതിശക്തമായ നേതൃത്വം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനന ചാർട്ട് വളരെ അപൂർവമായ അസാധാരണമായ ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, നയതന്ത്രപരമായ ചിന്ത എന്നിവയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി കുജൻ്റെ അഥവാ ചൊവ്വയുടെ സ്വാധീനം അദ്ദേഹത്തിന് എല്ലാ തരത്തിലുമുള്ള ശക്തമായ വെല്ലുവിളികളെയും മറികടക്കുവാനുള്ള ശക്തിയും സ്ഥിരോത്സാഹവും നൽകുന്നതായി കാണാം. ബുധൻ്റെ ശക്തമായ സ്ഥാനം അദ്ദേഹത്തിൻ്റെ യുക്തിസഹജമായ കഴിവുകളും ആശയവിനിമയ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതായാണ് മനസ്സിലാവുന്നത്. പ്രാരംഭത്തിൽ വെല്ലുവിളി നിറഞ്ഞതായി തോന്നുമെങ്കിലും ഒടുവിൽ ഇന്ത്യയുടെ വളർച്ചയും സ്വന്തം ആദരവും വർദ്ധിപ്പിക്കുന്ന ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാനമന്ത്രി മോദിജി വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ സുദീർഘ വീക്ഷണമുള്ള ഭരണ നേതൃത്വം ഇന്ത്യയുടെ ആഗോള സ്ഥാനം ശക്തിപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം വൈകാരികവും സ്ഥിരതയുള്ളതുമായ കർക്കടക ലഗ്നത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ത്യയുടെ ജാതകം അതിൻ്റെ ചലനാത്മകമായ ഭൂതകാലത്തെയും വാഗ്ദാനപ്രദമായ അഭിവൃദ്ധിയും പുരോഗതിയും നിറഞ്ഞ ഭാവിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി പറയുന്ന പ്രവചനം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2025 മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യ മഹത്തായ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. ഇപ്പോഴാണ് ആ സമയം. അതിൻ്റെ അച്ചടക്കം, ശക്തി, തന്ത്രപരമായ പുരോഗതി എന്നിവ ഇന്ത്യയുടെ ആഗോള ഉയർച്ചയെ നിർവചിക്കുന്നത് അടുത്ത മാസങ്ങളിൽ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതാണ്. നിലവിൽ ഇന്ത്യ ചന്ദ്രൻ്റെ അനുകൂലമായ മഹാദശയിലാണ്. വേദജ്യോതിഷത്തിൽ ചന്ദ്രൻ സ്ത്രീ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. ഇത് സ്ത്രീ ശാക്തീകരണത്തിൽ ശ്രീ നരേന്ദ്രമോദിജി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായി യോജിക്കുന്നതാണ്. 2025 മെയ് 7 ഇന്ത്യയിലെ പാകിസ്ഥാൻ തീവ്രവാദത്തിന് വിരാമമിട്ട ഇന്ത്യയിലെ സ്ത്രീകളുടെ കണ്ണീരിന് പകരമായുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന സംയുക്ത സൈന്യ തിരിച്ചടിയും ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം തന്നെയാണെന്നതിൽ സംശയം വേണ്ട. ഇന്ത്യയിലെ സ്ത്രീകൾ പ്രതിരോധം, കായികം, ബിസിനസ്, രാഷ്ട്രീയം എന്നീ കർമ്മമേഖലകളിലെല്ലാം തന്നെ വളരെയധികം മികവ് പുലർത്തുന്നവരാണ്. കേണൽ സോഫിയ ഖുറൈസിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇതിൻ്റെ അഭിമാനഭാജനങ്ങളായ തെളിവുകളാണ്.
ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന് അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.